സുവർണ കഥകളിലേക്ക് സ്വാഗതം. ഒരു കർബി കഥയാണ് വായിക്കുന്നത്. അസമിലെ ഗോത്രഭാഷയാണ് ഇത്. കഥ സർപ്പോ എങ്ജോയിയുടെ സ്വത്ത്. കഥ എഴുതിയത് ധനേശ്വർ ഇങ്ടി. മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ ആർസു. ഇത് ഡാക്മോക്ക ബസാർ. ബസാറിൻ്റെ ഒത്ത നടുവിൽ ഒരു കടയുണ്ട്. ഡർപ്പോ ഓങ്ജായ്, സിക്കന്ദർ എന്നിവർക്കതിൽ മുറികളുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ കട അത്ര വലിയതൊന്നുമല്ല. എന്നാൽ ഈ അങ്ങാടി നിൽക്കുന്ന ഗ്രാമത്തിലെ എല്ലാ പാവങ്ങളുടെയും ഭൂസ്വത്ത് ഈ കടയുടമയുടെ നിയന്ത്രണത്തിലാണ്. ഈ കൊള്ളയ്ക്ക് ജന്മി സിക്കന്ദർ മഹാജൻ മാത്രമാണ് കുറ്റക്കാരനെന്ന് പറയാനാവില്ല. കൊടും ചതി, ചോരയൂറ്റി കുടിക്കൽ തുടങ്ങിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ എല്ലാ കുറ്റവും ഈ ജന്മിയുടെ തലയിൽ കെട്ടിവെക്കാനാവില്ല. സാർപ്പോ തുടങ്ങിയ സാധാരണക്കാർക്കും ഇതിൽ വലിയ പങ്കുണ്ട്. കുഴിമടിയന്മാരായ ഇയാളെപ്പോലുള്ളവർ കൃഷി നടത്താൻ മെനക്കെടാറില്ല. പൊന്നുവിളയുന്ന പാടമാണ് കാർബി ആംഗ്ലാങ് ജില്ലയിലുള്ളത്. അതിൻ്റെ ഉടമകൾ ആദിവാസികളാണ്. സാർപ്പോയും അയാളുടെ കുടുംബത്തിലുള്ളവരും പാടത്ത് കൃഷി നടത്തുന്നതിനു പകരം സിക്കന്ദർ മഹാജനെ പോലെയുള്ള കച്ചവടക്കാരെ സമീപിക്കും. ആ ജന്മിയെ ഓരോന്ന് പറഞ്ഞ് പാട്ടിലാക്കി തങ്ങളുടെ ഭൂമി പണയപ്പെടുത്തും. ചെറിയ തുകയ്ക്കാണ് പണയം വയ്ക്കുന്നത്. "ഓ മഹാജൻ, ഇന്ന് അങ്ങ് വീട്ടിൽ കാണുമോ?" "ഉവ്, ഞാൻ വീട്ടിലുണ്ടാകും." "മഹാജൻ, ഞാനൊരു വലിയ വിഷമത്തിൽ പെട്ടിരിക്കുന്നു." "പറയൂ, എന്താണ് നിങ്ങളുടെ വിഷമം?" "മഹാജൻ, ഇതാ ദുർഗാപൂജ അടുത്തെത്തിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം. എനിക്ക് പണത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട്." "അയ്യോ, ഇപ്പോൾ എൻ്റെ പക്കൽ പണമൊന്നുമില്ലല്ലോ. നിങ്ങൾ നാളെ വന്നുകൊള്ളൂ." "അങ്ങനെ പറയരുത് മുതലാളി. എനിക്കിപ്പോൾ തന്നെ പണം വേണം. അടിയന്തര കാര്യമാണ്." "എടോ സർപ്പോ, ഞാൻ ഭൂമി പണയത്തിന് വാങ്ങാറില്ലെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ എന്ത് വ്യവസ്ഥയിലാണ് മുതലാളി ഭൂമി എടുക്കുക? നിങ്ങൾ സ്വന്തം ഭൂമി മുറിച്ച് വിൽപ്പന നടത്തുകയാണെങ്കിൽ അത് വാങ്ങാൻ ഞാൻ ഒരുക്കമാണ്. ഇങ്ങനെ ഞാൻ വാങ്ങിയ കുറേ ഭൂമി ഇപ്പോൾ എൻ്റെ കൈവശമുണ്ട്. മുതലാളി, കഷ്ടമാണ്. ഭൂമി വിൽക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. പണയത്തിന് ഭൂമി വാങ്ങിയിട്ട് ഞാൻ ആകെ പാപ്പരായിട്ടുണ്ട്. അതെനിക്ക് വലിയ വിഷമം തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഭൂമി ഈ വ്യവസ്ഥയിലെടുക്കാൻ ഞാൻ ഒരുക്കമല്ല. മാണിക് തേരാങ്ങിനോട് ചോദിച്ചാൽ ഒരുപക്ഷെ സഹായം കിട്ടും." "അയ്യോ, അതെനിക്ക് പറ്റാത്ത കാര്യമാണ്. മാണിക് തേരാങ് വല്ലാതെ വഴക്ക് പറയും." "സർ ബുട്ട, നിങ്ങളോട് ആരെങ്കിലും നല്ലത് പറയുമോ?" "മുതലാളി, ഒരിക്കലും ഭൂമി വിറ്റേക്കരുത്. അങ്ങനെയാണ് മാണിക് തേരാങ് എന്നോട് പറയാറുള്ളത്." "ഇനി ഞാൻ എങ്ങനെയാണ് കഴിയുക? ഒരു വലിയ തുക മുതലാളിക്കും ഞാൻ തരാനുണ്ടല്ലോ. ഭൂമി വിൽക്കാതെ കടം വീട്ടാൻ വേറൊരു വഴിയുമില്ല. ഇപ്പോൾ കുട്ടികൾക്ക് വസ്ത്രം വാങ്ങാനും നിവൃത്തിയില്ല." സാർപ്പോ പതിഞ്ഞ സ്വരത്തിൽ സിക്കന്ദർ മഹാജനോട് പറഞ്ഞു. മിസൈൽ കൊണ്ടതുപോലെ അയാളുടെ ചുമലിൽ വലിയൊരു പരിക്കിൻ്റെ പാടുണ്ട്. "മഹാജൻ, ദയവ് ചെയ്ത് മുതലാളി ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം." "ആട്ടെ, എന്താണ്? പറയൂ." "ഞാൻ നന്നായി ആലോചിച്ച് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. 8 ഏക്കർ ഭൂമി വിൽക്കാൻ ഞാനിപ്പോൾ ഒരുക്കമാണ്. ഇപ്പോൾ തന്നെ മുതലാളി എനിക്ക് പണം തരണം." "എടോ സർ ബുട്ട, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതാണല്ലോ, ഇപ്പോൾ എൻ്റെ പക്കൽ പണമൊന്നുമില്ല. നിങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാത്തത്?" "മുതലാളി പറഞ്ഞത് ഞാൻ കേട്ടു. എന്നാലും പറയുകയാണ്. ഭൂമി വാങ്ങുന്ന കാര്യം നോക്കാം. കടം തരാൻ പ്രയാസമാണ്." "മുതലാളി പറയുന്നതനുസരിക്കാം. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല ജന്മിയാണ് അങ്ങ്. എൻ്റെ അച്ഛനേക്കാൾ നല്ല ആളാണ്." കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ സിക്കന്ദർ മഹാജൻ അകത്തുപോയി 5000 രൂപയുടെ ഒരു നോട്ടുകെട്ടുമായി പുറത്തു വന്നു. അത് സാർപ്പോ എങ്ജായിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. പണവും വാങ്ങി വരുമ്പോൾ സാർപ്പോ വഴിയിൽ കുറച്ച് കൂട്ടുകാരെ കണ്ടു. അവർ ഒരു തണൽ വൃക്ഷച്ചുവട്ടിലിരിക്കുകയാണ്. രാങ്കിയും ലഗ്ബക് ഇങ്ടിയും അവിടെ ഇരിക്കുന്നു. ശ്രീമതി രാഗ്പി നടത്തുന്ന ഒരു കൊച്ചുകട അടുത്തുണ്ട്. കടക്കാരി എത്തിയ പാടെ എല്ലാവരും നാടൻ ചാരായം വാങ്ങി മോന്തി. സാർത്തേ രാഗ്പി പെട്ടെന്ന് സാർപ്പോ എങ്ജായിയെ കണ്ടു. "അല്ല കാരണവരെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു?" "വിശേഷിച്ചൊന്നുമില്ല. സിക്കന്ദർ മഹാജന്റെ വീട്ടിൽ പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു."
എന്തിനായിരിക്കും? പണം കിട്ടിയിരിക്കും അല്ലേ? ഇല്ല ചങ്ങാതി, പണമൊന്നും കിട്ടിയില്ല. ഒരു ചെറിയ തുക കിട്ടി. എനിക്ക് മഹാജനെ വഴക്കു പറയാൻ വയ്യല്ലോ, അതിനുള്ള അവകാശമില്ലല്ലോ. പറയൂ കാരണവരെ, എത്ര രൂപ കിട്ടിക്കാണും? വെറും 5000 രൂപ. മുതലാളിയുടെ പക്കൽ പണമൊന്നുമില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. ഏതായാലും നാളെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് 20,000 ആയിരുന്നു. എന്തായാലും 5000 രൂപയെന്നാൽ വലിയൊരു തുകയാണല്ലോ. എന്നോട് മുതലാളി പറഞ്ഞത് പണമൊന്നും കൈവശമില്ലെന്നാണ്. എന്നോടും നാളെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീരൻ പലരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് ഇരയാക്കുകയാണ്. അയാൾ പലതും ചിന്തിച്ചെങ്കിലും വായ അധികം തുറന്നില്ല. ആട്ടെ, നിങ്ങളിവിടെ എന്തു ചെയ്യുകയാണ്? സർപോയങ്ജായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ അങ്ങാടിയിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് അളിയൻ ലഗ്ബക്കിനെ കണ്ടു. സാർത്തെ രാങ്പി മറുപടി പറഞ്ഞു. മുൻപിലുള്ള കോപ്പയിലെ ചാരായം ലഗ്ബക് ഇങ്ഡി അല്പം മോന്തിയ ശേഷം സാർത്തെ രാങ്പിയുടെ നേർക്ക് വെച്ചു നീട്ടി. ഇത് പുതിയ ചങ്ങാതിക്കുള്ളതാണെന്ന് പ്രത്യേകം പറഞ്ഞു. വരൂ കാരണവരെ, അടുത്തേക്കിരുന്നാട്ടെ. ഇതാ ഈ കുപ്പിയിലുള്ളത് കാരണവർക്കുള്ളതാണ്. നല്ല വമ്പൻ സാധനമാണ്. എനിക്കിതു തന്നെ ധാരാളമാണ്. കുടിക്കുമ്പോൾ ഒരാൾ കൂട്ടിന് വേണമെന്നല്ലേ ഉള്ളൂ. അതായിക്കോട്ടെ. വല്യമ്മേ, ഒരു കുപ്പി കൂടി തരൂ. വല്ലപ്പോഴും കണ്ടുമുട്ടുന്ന കാരണവരാണല്ലോ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കേമമായി ആഘോഷിക്കാം. വൃദ്ധയായ കടക്കാരി അവിടെ വച്ചിരുന്ന കുട്ടയിൽ നിന്ന് ഒരു പുതിയ കുപ്പിയെടുത്ത് ലഗ്ബക്കിന് നേരെ നീട്ടി. പുഞ്ചിരിച്ചുകൊണ്ട് വൃദ്ധ എന്തോ പറഞ്ഞു. ഇതാ വാങ്ങിക്കോളൂ. ഒരു വ്യവസ്ഥയുണ്ട്. ചില്ലിക്കാശ് ഇവിടെ കടം പറഞ്ഞേക്കരുത്. ഹേയ്, വല്യമ്മ ബേജാറാകേണ്ട. ഇതിന് 10 രൂപയല്ലേ വരൂ. ലഗ്ബക് കീശയിൽ നിന്ന് ഒരു പുത്തൻ നോട്ട് പുറത്തെടുത്ത് ഉടൻ കടക്കാരിക്ക് കൊടുത്തു. അത് കണ്ടപ്പോൾ സർപോയങ്ജായിക്ക് ആവേശമായി. അയാൾ സ്വന്തം കീശയിലേക്ക് നോക്കി. 100 നോട്ടിന്റെ കെട്ടിന്റെ മണം മൂക്കിലെത്തി. മത്ത് കയറിയ അയാൾ വേറൊരു കുപ്പിക്ക് ഓർഡർ കൊടുത്തു. ഭേഷ്, ഒരു പുതിയ കുപ്പി എനിക്കും എടുത്താട്ടെ. ഈ കാരണവരെ സൽക്കരിക്കാൻ കിട്ടുന്നത് വല്ലപ്പോഴുമാണല്ലോ. കൂടുതൽ ബഹുമാനിക്കേണ്ട ആളാണല്ലോ മുന്നിലിരിക്കുന്നത്. വൈകണ്ട. ഇനി ആകെ ഒരു കുപ്പി മാത്രമേ ബാക്കിയുള്ളൂ, കടക്കാരി പറഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ സർപോയങ്ജായിയുടെ മകൻ ധൻസിംഗ് അവിടെ എത്തി. അങ്ങാടിയിലെ കൂട്ടുകാരോടൊപ്പം അച്ഛനിരുന്ന ചാരായം കുടിക്കുന്നത് അവൻ കണ്ടു. അവൻ ഡിഫു നഗരത്തിൽ നിന്ന് വരികയാണ്. 1 മാസത്തെ റേഷൻ വാങ്ങാൻ പോകുമ്പോഴാണ് ഈ രംഗം കണ്ടത്. അച്ഛന്റെ പെരുമാറ്റം കണ്ടപ്പോൾ മകൻ ധൻസിംഗിന് വലിയ മാനക്കേടുണ്ടായി. അച്ഛൻ ഇവിടെ ഇരുന്ന് എന്താണ് ചെയ്യുന്നത്? ആശ്ചര്യത്തോടെ മകൻ ഇരുട്ടത്തേക്ക് ചോദിച്ചു. കൊള്ളാം, ഇവിടെ വന്ന് എന്നെ അച്ഛാ എന്ന് വിളിക്കാൻ താൻ ആരാണ്? ഞാൻ ധൻസിംഗ്, അച്ഛന്റെ മോൻ. അച്ഛൻ ഡിഫുവിൽ എത്തിയില്ലല്ലോ, അതിനാൽ റേഷൻ വാങ്ങാൻ എനിക്കിവിടെ എത്തേണ്ടി വന്നു. നിനക്കെന്താണ് ഇവിടെ കാര്യം? നിനക്ക് വല്ലതും വേണമെങ്കിൽ വീട്ടിൽ നിന്നെടുത്താൽ പോരെ? നിങ്ങൾ ഇവിടെ ഇരുന്ന് കുടിച്ചു കൂത്താടുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയിട്ട് എന്തു കാര്യമാണുള്ളത്? നിനക്ക് പണത്തിന്റെ വല്ല ആവശ്യവുമുണ്ടോ? നീ എന്താണ് ധരിച്ചിരിക്കുന്നത്? അച്ഛന്റെ പക്കൽ ചില്ലി കാശില്ലെന്നാണോ? എനിക്കൊരു കണക്കും തിരിയില്ലെന്ന് കരുതിയോ? ഇതാ പണം. നിനക്ക് വേണ്ടത് ഇതിൽ നിന്നെടുത്തോ. ഇത്രയും പറഞ്ഞ് 100 നോട്ടുകെട്ട് സാർപ്പോ കീശയിൽ നിന്നെടുത്ത് കോർക്കന്തി പുഴയിലേക്കെറിഞ്ഞു. രാത്രി എങ്ങോട്ടാണ് നോട്ടുകെട്ട് വലിച്ചെറിഞ്ഞതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. നാടൻ ചാരായം മൂക്കറ്റം മോന്തിയ ഒരാൾക്ക് അതെങ്ങനെ തിരിയും? അർദ്ധരാത്രിയായപ്പോൾ സർപോയങ്ജായിക്ക് ബോധം വന്നു. നാലുപാടും നോക്കിയപ്പോൾ ഒന്നും കാണാനായില്ല. താൻ എവിടെയാണ് ഈ കൊടുംതണുപ്പിൽ കിടക്കുന്നതെന്നും മനസ്സിലായില്ല. ഗ്രാമം മൂടൽ മഞ്ഞു പുതച്ചാണ് കിടക്കുന്നത്. അതിനാൽ ചുറ്റുപാടുള്ളതൊന്നും വ്യക്തമായില്ല. ആ രാത്രി മുഴുവൻ അയാൾക്ക് ഡാക്മോയ അങ്ങാടിയിലെ തുറസായ നിരത്തിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നു. പിറ്റേന്ന് രാങ്ഫാർ ഗ്രാമത്തിലെ ആളുകൾ കോർക്കന്തി നദിയുടെ കരയിലെത്തിയപ്പോൾ ഒരു ദൃശ്യം കണ്ടു. പുഴവെള്ളത്തിൽ 100 കുറേ നോട്ടുകൾ ഒഴുകി നടക്കുന്നു. കാർബി ഓക്രേപ്രു ഉത്സവദിനമാണ്. മീൻ പിടിക്കാൻ നാട്ടുകാർ കൂട്ടം കൂട്ടമായി നദിയിലിറങ്ങിയിരിക്കുന്നു. മീൻ പിടിക്കുന്നതിനു പകരം 100 പുത്തൻ നോട്ടുകളാണ് അവർ അന്ന് പിടിച്ചത്. വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.